അതെ, ഈ ടൈംസ് കിട്ടിയില്ല. ഹിന്ദു ഒക്കെ അല്ലേ? എടാ, ഈ മോഹൻ പോത്തിന് ഏത് റൂമിലാ? 203. ആ. മോഹൻ പോത്തൻ സാറ്. അപ്പുട്ടി. അതെ, 8 മണിക്ക് എത്തണമെന്ന് തോമസ് സാർ പറഞ്ഞിരുന്നു. കഴിച്ചോ? ആ, ഞാൻ കഴിച്ചിട്ടാണ്. ഫൈൻ, നമുക്കത് വിടാം. ഓ, ഈ ബാഗൊക്കെ ഒന്ന് ജീപ്പിലേക്ക് വെച്ചേ. ഓ, കർണാടകത്തിലെ ബ്രഹ്മഗിരി ഫോറസ്റ്റിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാട്ടുകുന്നായി പറഞ്ഞു സാർ. അപ്പൊ അവിടെ നിന്ന് കർണാടക കാണാം. പിന്നെ ഈ പൽചക്രമില്ലേ, പൽചക്രം, അതുകൂട്ട് മലകളിലെ ഒരു പൽചക്രമായ ഏരിയ ഇങ്ങനെ പിണഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കയറി നിൽക്കും. ഒന്ന് കേരളമാണെങ്കിൽ തൊട്ടപ്പുറത്തെ മല കർണാടകം, പിന്നെ കേരളം. സാർ എങ്ങനെ കേട്ടെ ഈ സ്ഥലത്തെ പറ്റി? പഴയ ഒരു പരിചയക്കാരൻ, ഒരുമിച്ച് ജോലി ചെയ്തതാ. ആൾക്ക് അവിടെ കുറെ സ്ഥലവും വീടും ഉണ്ടെന്ന് പണ്ടേ പറയാറുണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഏത് സ്ഥലവും വീടും? കുര്യച്ചന്റെ അല്ലാതെ? കുര്യച്ചന്റെ കാര്യം തന്നെയാ പറഞ്ഞ. ബ്രിഗേഡ് കുര്യച്ചൻ? അതെന്നെ. ഓ, നിങ്ങൾ ദോസ്തുക്കളല്ലേ? അത് ശരി. ഇതെന്നാ സാറേ ഉള്ളിന്റെ സിംഹമാണോ? അപ്പുട്ടി ബാഗ് എടുത്ത് നടന്നു. ഇത് ഞാൻ കൊണ്ടുവന്നോളാം. ഭൂതം പുറത്ത് ചാടത്തൊന്നുമില്ല അപ്പൂട്ടി, പേടിക്കാണ്ടിരി. ഈറ്റിലുള്ള ഡോഗാ, പട്ടിച്ച്. മനസ്സിലായി മനസ്സിലായി. എന്നാലും സാറിന്റെ ഒരു വല്ലാത്ത ഐഡിയ ആയിപ്പോ കേട്ടോ. എന്ത്? ഈ ജാരസന്ധതി ഒപ്പിക്കൽ പരിപാടി. കാട്ടുകുന്നേലുള്ള പട്ടികൾ ഏതാണ്ട് മുറ്റ ഇനമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാണാനും കെണിവെക്കാനും ഒക്കെ വരാറുണ്ട്. ഈ വെറ്റലിന്റെ അടുത്ത് വല്ല നമ്പരും ഏക്കൂ. ആദ്യമൊക്കെ മലേഷ്യയില് മാത്രം ഉണ്ടായിരുന്ന ഒരു ബ്രീഡാ. കാണാൻ നമ്മുടെ നാടൻ നായക്കൂട്ട് തന്നെ ഇരിക്കും, പക്ഷെ മുതല് വേറെയാ. ഞാനും കുര്യച്ചനും പണ്ട് അതിനെ കുറിച്ച് പഠിക്കാൻ മലേഷ്യ പോയിട്ടുണ്ട്. കുര്യച്ചൻ പിന്നെ പട്ടികളെ തപ്പി പോകാത്ത സ്ഥലമുണ്ട്. പുള്ളിക്കാരൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജോഡികളിൽ നിന്നാ ഇവിടെ ഉള്ളതൊക്കെ പെറ്റി വരെയേക്കുന്നത്. ഇന്ന് മലേഷ്യയിൽ പോലും ഇല്ല ഇതിന്റെ പ്യുവർ ബ്രീഡ്. അതന്നെ ഒക്കെ ക്രോസ് ആയി പോയി. നിലവിൽ ഈ ബ്രീഡിന്റെ നല്ല തന്തയ്ക്ക് പിറന്ന വെർഷൻ ഉള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്ര. കുര്യച്ചന് സാധാരണ എല്ലാം നശിപ്പിച്ച ശീലം. ഈ പട്ടിവംശമെങ്കിലും അങ്ങനെ കാരണം ബാക്കിയായല്ലോ. മുന്നോട്ട് കിടക്കണോ? ഇതുവരെ പൊതുസ്ഥലമേ ഉള്ളൂ. ഇവിടുന്ന് മേലോട്ടുള്ള 150 ഏക്കർ കുര്യച്ചന്റെ. വേണ്ട വേണ്ട, നമുക്ക് ആരുടെയും പ്രൈവറ്റ് സ്ഥലത്തൊന്നും കയറണ്ട. അപ്പൂട്ടി, ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കിക്കോ. ഓ, അല്ലേലും ഇതിനപ്പുറം പോകാതിരിക്കുന്ന നല്ലത്. വെറുതെ ആ പെണ്ണുപിള്ളയായിട്ട് ചാടിക്കണ്ടല്ലോ. ഏത് പെണ്ണുപിള്ള? മലാത്തിച്ചേട്ടത്തി, കുര്യച്ചന്റെ മലാത്തിക്കാരി. ആ, നിങ്ങൾ പരിചയക്കാരെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഇതിന് പരിചയമില്ലേ? എത്ര എണ്ണെന്ന് വെച്ചിട്ടാ? തിരുവല്ലയിലും തൃശ്ശൂരും ഉള്ള കെട്ടിയോളുമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. മലേഷ്യൻ സെറ്റപ്പ് വന്നേ പിന്നെ അങ്ങോട്ടൊന്നും വലിയ ടച്ചില്ലെന്നാ പറഞ്ഞേ. അതാ മലാത്തിച്ചേട്ടത്തിയുടെ പവർ. ശരിക്കും അവരെ കെട്ടിയ പിന്നെ കുര്യച്ചന്റെ സമയം തെളിഞ്ഞെന്ന് പറയാം. ചേട്ടത്തേക്ക് ചില മലേഷ്യൻ കൂടുതൽ വശമുണ്ടെന്ന് ഒരു പറച്ചിലുണ്ട്.
കുര്യച്ചനെ കുറിച്ച് അന്വേഷണമൊക്കെ എങ്ങനെ നടക്കുന്നു? എന്താ അന്വേഷണം? 5-6 കൊല്ലമായില്ലേ. ഒരിക്കലെങ്ങാണ്ട് പെരുമ്പാവൂരുള്ള പെണ്ണുമ്പിള്ളെ കാണാൻ പോയത് പത്രത്തിലുണ്ടായിരുന്നു. ഇങ്ങോട്ടാണെങ്കിൽ കത്തുകൾ മാത്രമേ വരാറുള്ളൂ. എവിടാണെങ്കിലും പോലീസ് മണപ്പിച്ചെത്താനുള്ള പാതി സമയം വേണ്ട കുര്യച്ചന് മുങ്ങാൻ. സുന്ദരിയല്ലേ അപ്പൂട്ടി? ഇവിടെ ഉള്ളവന്മാരുടെ തപസ്സുകളൊക്കെ ഇവള് പോരെ. എനിക്ക് ഈ പട്ടിയുടെ കാമശാസ്ത്രം ഒന്നും അറിയത്തില്ല. സാറപ്പോ ഇത് ലോഡാകുന്നവരെ കാട്ടി കഴിയാൻ പോവാ. കാണാതെ ലോഡായോ ഇല്ലയോ എന്ന് എങ്ങനെ ഉറപ്പിക്കും? അപ്പൊ കഴിക്കാനൊക്കെ 3 ആഴ്ചത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിന് പഴവും കായൊക്കെ കാട്ടി കാണില്ലേ. ആ ലൈഫ് സ്റ്റൈലൊക്കെ നല്ല ശീല. കുര്യച്ചന്റെ കൂടെ നടന്നവരൊക്കെ ആ കാറ്റിച്ചിട്ട് തട്ടിയില്ലെങ്കിലേ ഉള്ളൂ. ഡോക്ടറെ, ഇനിയും വലിപ്പിച്ചാ പുക വരും. അപ്പുട്ടിയേട്ടൻ്റെ എളുപ്പക്കാര്യം തീർത്ത് ഡോക്ടറെ പറഞ്ഞു. ഇരുട്ട് നിൽക്കുമ്പോ കുന്നിറങ്ങണം. ആ പുളിമരത്തിൽ നിന്നൊരു 100 മീറ്റർ വീടായി. ആ മരം വരളി 200 മീറ്ററോ? ഇപ്പൊ വരെ ഡോക്ടർ തന്നെ ആണല്ലോ അല്ലേ? പിന്നെ എന്തായാലും നീ ചേട്ടത്തിയുടെ കൂടെ തന്നെ നിൽക്കണം. അടുപ്പിടുത്തേ വരുന്നേ ഉള്ളല്ലേ? നീ ഇങ്ങോട്ട് പോസ്റ്റിംഗ് വരുന്നവർ മിക്കവരും തെക്കുള്ളവരാ. അണക്കുന്നുണ്ടോ? കേട്ടിട്ട് എന്തു തോന്നുന്നു? ഇത്രയും പൊക്കത്തിലുള്ള ആൾട്ടിറ്റ്യൂഡ് അല്ലേ? ചുറ്റവൻ ഈ കയറണം. എണ്ണപ്പഴവും കപ്പളങ്ങയും എന്നെ കണ്ടില്ലേ? നിങ്ങളുടെയാണോ? അല്ല, ഇവിടെ ഇങ്ങനെ കഴിയണ ചെവി അടഞ്ഞ പോലൊന്നും ഇല്ലല്ലോ. റൊട്ടി പാരി മുക്കി കഴിച്ചു. ശരി, നേരെ ആവട്ടോ. ശരിയണ്ട, മലന്ന് തന്നെ കിടന്നാ മതി. എല്ലാരും മ്ലാത്തിച്ചേർത്തിന്നാ വിളിക്കുന്നേ. ഡോക്ടർ പേര് തന്നെയല്ലേ ചോദിച്ചത്? അതെ അതെ. ഇയർ ബാലൻസിന്റെ തന്നെ ആണല്ലേ? സ്വതവേ കേൾവിക്കുറവൊന്നുമില്ലല്ലോ. അയ്യോ, കുറവാ. ഞാൻ പേടിച്ചിട്ട് മനസ്സിൽ പോലും ഒന്നും പറയാറില്ല. ഡബിൾ പവറാ. ശരി, ഞാൻ ഡോക്ടറെ ജീപ്പിലാക്കിട്ട് വരാം. വഴിയറിയാം, കുഴപ്പമില്ല. ഇല്ല, ഞാനും വരാം. ചിലപ്പോ പട്ടികൾ കാണും. പരിചയമില്ലാത്തവരുടെ ഇച്ചിരി പെശക. ഞാനോ ചേട്ടത്തിനുണ്ടെങ്കിൽ കുറച്ച് മയങ്ങാം. ഇത്രയും ഹൈറ്റിലാവുമ്പോൾ പ്രഷർ കൊണ്ടും ഇയർ ബാലൻസ് പ്രശ്നം വരും. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലേ? 2 എണ്ണം. ഈ സൂക്കേടൊക്കെ വെച്ച് ഇമാതിരി ഒരു സ്ഥലത്ത്. ഡോക്ടറെ, ജീപ്പിന്റെ അല്ല, അത് ഞാൻ സ്റ്റാൻഡ് വെച്ച് തന്നെ കൊടുത്തു. ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ മൊത്തം പൈസ അഡ്വാൻസ് കൊടുക്കണം, എന്നാലേ ജീപ്പ് ഇറക്കത്തുള്ളൂ. ഇതൊന്ന് പൊക്കിക്ക്. സിബിയെ, ആരാടാ ഉള്ളേ? സിബിയെ, കേക്കാവോ? ഷാജ, ഞാനിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയേ 7:15 വിട്ടു. ഓവർ. ഇതെന്നാ? പോലീസുകാർ ഏർപ്പാടാക്കിയ സെറ്റപ്പാ.
7:15 പുറപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നോ? ആ 8 മണിക്കുള്ളിൽ ജീപ്പ് അടിവാരത്തെത്തിയില്ലെങ്കിൽ അവിടെ ഉള്ളവര് പോലീസിനെ അറിയിക്കണമെന്നാ. ഓ കൽക്കണ്ണം വാങ്ങാൻ ഒത്തില്ല, വിട്ടുപോയതാ. ഡോക്ടർ ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് പൊക്കാനുള്ള പാച്ചിലല്ലായിരുന്നോ? മറ്റന്നാ മേടിക്കാം. മറ്റന്നാ എന്നാ? മറ്റന്നാളെ പോസ്റ്റ് ഓഫീസിൽ പോകണം. കാലത്തൊട്ടുണ്ടല്ലോ ഏട്ടത്തി, കുഴപ്പമാണോ? വേറെ ഉടനെ കാണും, അതിൻ്റെയാ. ചേട്ടത്തെ പോയി, ചേട്ടത്തെ മുള്ളാമോണെങ്കിൽ വിളിക്കണേ. ഇങ്ങനെ കാലയിലിരുത്തി മുള്ളിക്കൊന്നും വേണ്ട. ഒന്ന് തല ഇറങ്ങിയെന്നും വെച്ച് ആളെ കിടപ്പ് രോഗിയാക്കല്ലേ. ആ മോർണിംഗ്. ആ ഉണർന്നോ? ഇപ്പൊ കാപ്പി എടുത്തു തരാവേ. രതിപുഷ്പം പുതിയ ലക്കം വന്നില്ല കേട്ടോ. 10 കോപ്പി വരുത്തിച്ചതാ. എന്റെ സമാവർത്തനങ്ങൾക്ക് ഇതിന് സാധനം തീർന്നു. അത്ര കുഴപ്പമാണ് നിങ്ങളുടെ നാട്ടുകാർക്ക്. ഓ പിന്നെ നീ പയമോദത്തിന് പേര് ചോദിച്ചല്ലോ വന്നേ. നിന്നെ പാപ്പച്ച സാർ തിരക്കിയിരുന്നു കേട്ടോ. എന്നാ കാര്യം? അത് എന്നോട് പറയൂ. താറി പോയപ്പോ തലയിട്ട് ചോദിച്ചതാ. ആ ഇപ്പൊ എങ്ങനെ വരുവാണ്? ഞാൻ പോസ്റ്റ് ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ശമ്പള ദിവസാ. ഇവൻ ഏതാ? അത് പിയൂസ്, ആ മലയത്തിക്കാരില്ലേ, കുരിയച്ചൻ്റെ മക്കളെ ഏർപ്പാടാക്കി കൊടുത്തതാ. കുരിയച്ചന് തപ്പി വരുന്നവര് അമ്മച്ചി എങ്ങാനും തൊട്ടാലോ ഒന്നൊരു പേടി. അല്ലോം പറ്റിയ സ്ഥലവും പറമ്പൊക്കെ കേസിൽ കുടുങ്ങി പോകില്ലേ. അതിന് നരന്തരാണോ കൂട്ടുകിടക്കാൻ പോണേ? പാവനയ്ക്ക് കനം കൂടിയോ? വലിയ സ്റ്റാമ്പ് വേണ്ടി വരും. ഇതൊക്കെ ആര് വായിക്കാനാടാ? പുറ്റം പാടില്ല. വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ കിടക്ക നോക്കി നോക്ക്, ഇതുവരെയുള്ള എല്ലാ ലക്കവും കാണും. കടയിൽ പുതിയ വരുമ്പോഴേ അപ്പൂട്ടിയായിട്ടാണ് ഫസ്റ്റ് കോപ്പി. അച്ഛനറിയോ നീ എഴുതുന്ന കാര്യം? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ഇവിടെ നിന്നെടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലോ? അത്രക്ക് വെളിവുണ്ട്. പിന്നെ ചില ചില്ലറ പൈസയ്ക്കും പിന്നെ ഒരു സുഖത്തിനും വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ. കൂലി കാണാൻ പോലും ഞാൻ വയ്ക്കാറില്ല. പാപ്പച്ചൻ സാറാ. ആണോ? ഇവിടെ ഓക്കെ, അപ്പൊ പൂരിപ്പിച്ച് അയച്ചേക്കണേ. 50 നാട്ടിലേക്കും 75 ഉണ്ണിക്കും. അപ്പൊ സാറേ കണ്ടു കിട്ടാനില്ലല്ലോ. ചേട്ടത്തേക്ക് 2 ദിവസം സുഖമില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഓക്കെ. സാറിപ്പോ ഏതോ മറുനാടൻ മല്ലന്റെ കൂടെ കറക്കാന്ന് കേട്ടു.
നീ ഒന്ന് കൂടോ. സാറിനെ കുര്യച്ചനെ കുറിച്ച് എന്താ ചോദിക്കാനുണ്ട്? മംഗലാപുരത്ത് നിന്ന് വന്നാ പോലീസല്ലേ? നേവിക്കാരനാ. കാര്യം എടാ നീ ഇന്റർവ്യൂ നടത്താന്ന് കേറിക്കേ. അല്ല മാതച്ചേട്ടത്തി അല്ല, ഞാൻ അരി കഞ്ഞി അരി ഒട്ടുമില്ലേ? ഉണ്ട്. അപ്പൊ അവര് കഞ്ഞി വെച്ച് കുടിച്ചോളൂ. നീ കയറ. എനിക്കറിയാന്നൊക്കെ പാപ്പൻ സാർ അറിയില്ല. അപ്പൊ സാറിനൊന്നും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. കേറണ അതിന്റെ പറയാൻ. കേറി കേറി കേറി. എവിടാ നേറ്റു? നാടാന്നോ? ആ, പത്തനംതിട്ട. ഇവിടെ വന്നിട്ടിപ്പോ ജൂണിലേക്ക് 6 മാസമാവും. അല്ല, ചേട്ടത്തിക്ക് ഇങ്ങനെ ജോലിക്ക് ആളെ വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കള് രണ്ടും ബോംബെയിലും ഗൾഫിലൊക്കെ ആയിട്ടാ. അപ്പൊ ഇളയ മോനാ പരിചയക്കാരനോട് പറഞ്ഞത് ജോലിക്ക് ആളെ വേണമെന്ന്. ഈ മ്ലാത്തി ചേട്ടത്തി മലയാളത്തിലാണോ സംസാരമൊക്കെ? ഓ, ചേട്ടത്തി ഇപ്പൊ മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊല്ലായില്ലേ? നമ്മളെ നട് സംസാരിക്കും. ഈ മലേഷ്യക്കും ബർമ്മയ്ക്കും സിംഗപ്പൂരിനും ഒക്കെ ആളുകൾ കപ്പൽ കയറുന്നതേ പണ്ട് സ്ഥിരമായിരുന്നു. തോട്ടപ്പണി, റെയിൽവേ പണി, മരപ്പണി. INA ചേരാൻ പോയതുപോലെ ഓർക്കുന്നില്ലേ? ചിലർ അവിടെ നിന്ന് പെണ്ണ് കെട്ടി അവിടെ തന്നെ കൂടും. വേറെ ചിലർ പെണ്ണും പിള്ളേം കുട്ടി നാട്ടിൽ വന്ന് ഇതുപോലെ സെറ്റിലാവും. കുരിയച്ചൻ, മ്ലാത്തി ചേട്ടത്തി ഇവര് തമ്മിൽ എങ്ങനെയാ കണക്ഷൻ ആവുന്നത്? അല്ല, അത് പറഞ്ഞിട്ടില്ല. മക്കളെ പറ്റി പറയണ ചേട്ടത്തിക്ക് ഏതാണ്ട പോലെ. പിന്നെ നമ്മളിനി പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചിട്ട് ഇപ്പോഴാണ് കൃത്യമായിട്ട് മാസത്തിന് മണി ഓർഡർ കിട്ടുന്നുണ്ട്. നമുക്കത്രയും പോരെ. ഈ ചേട്ടത്തിക്ക് കുരിയച്ചന്റെ ലെറ്റേഴ്സ് വരാറുണ്ടോ? അബ്സ്കോണ്ടിങ് ആയ 6 വർഷത്തിനിടെ മൊത്തം 14 തവണ ചേട്ടത്തി കുര്യച്ചന്റെ കത്തുകൾ വന്നിട്ടുണ്ട്. നാട്ടുകാരും പോലീസും സെൻസർ ചെയ്തിട്ട് അങ്ങോട്ട് വിടാറുള്ളൂ. കണ്ടൻസോ? സുഖവിവരം. മഴയുണ്ടോ, വെയിലുണ്ടോ, മരുന്ന് കഴിക്കണം. പോസ്റ്റ് ഓഫീസ് കോഡ് വെച്ച് നോക്കിയപ്പോ പലതും പല പല സ്ഥലത്തുനിന്നാ പോസ്റ്റ് ചെയ്തത് മാത്രം മനസ്സിലായി. ഇതിനു മുമ്പ് ആരെങ്കിലും പിയൂസിനെ വന്ന് കണ്ടിട്ടുണ്ടോ കുരിയച്ചനെ കുറിച്ച് അന്വേഷിക്കാൻ? പോലീസും ക്രൈംബ്രാഞ്ചൊക്കെ വന്നായിരുന്നല്ലോ. പാപ്പൻ സാറിനറിയാം. പോലീസ് അല്ലാതെ? ആ, ഞാൻ വന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു കൂട്ടർ കാണാൻ വന്നായിരുന്നു. ആളും പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ ലേശം പെശക ലൈനായിരുന്നു. കുര്യച്ചനെ കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ കത്തയക്കണമെന്ന് പറഞ്ഞു. കോഴിക്കോടുള്ള ഏതൊരു വാരികയുടെ അഡ്രസ്സൊക്കെ തന്നു. പണിക്കോളും കൊണ്ട് തന്നെ വന്നാ. വർഗീസിന്റെ അമ്പുമാഷിന്റെ ഒക്കെ പരിചയത്തിലുള്ള ഒരു എൽദോസ് നടത്തുന്ന വാരിക, ഒരു ലോക്കൽ പബ്ലിക്കേഷൻ. നക്സൽ ലഹളകൾ അച്ചടിച്ചതിന് 71 അടച്ചു പൂട്ടിച്ചതാ. നക്സൽസ്? പിയൂസേ, എന്തോ? പിയൂസിന് കുര്യച്ചനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാ പിയൂസ വന്നവരെ അറിയിക്കോ? ഞാൻ പോലീസുകാരെ അറിയിക്കും. അതെന്താ? അല്ല, സർക്കാർ റിവാർഡ് അനൗൺസ് ചെയ്ത ആളല്ലേ. നക്സലേറ്റാർക്ക് പിടിച്ചെടുത്തിട്ട് എനിക്ക് തന്നെ ആയിട്ടാണ്. പിന്നെ നവന്മാരെന്റെ പെടലേക്ക് പിടിച്ചിട്ട് 3 ദിവസം എനിക്ക് കഴുത്താനാക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ടോ കൊടുക്കും ഞമ്മർക്ക്. പിന്നെ എന്തായാലും റിസ്ക്കാ. അപ്പൊ കാശ് കിട്ടുന്ന റിസ്ക് അല്ലേ സാറേ നല്ലത്? എങ്കിൽ പിന്നെ കുറച്ചുകൂടി ഗുണമുള്ള ഒരു റിസ്ക് ഞാൻ പറയട്ടെ. വിവരം കിട്ടുമ്പോൾ നീ അത് എനിക്കാണ് തരുന്നതെങ്കിൽ സർക്കാർ റിവാർഡിനേക്കാൾ ഒരു ശകലം കൂടെ കൂട്ടിയിട്ട് ഞാനത് പിയൂസിന് തരും. വാട്ട് യു സേ? ഇതിപ്പോ എന്താ ഒരു നേവി കളി, അതും കർണാടകത്തിൽ നിന്ന്? കുര്യച്ചൻ നേവിക്കാർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ സപ്ലൈ നടപടിണ്ടായിരുന്നു മംഗലാപുരത്ത്. നേവിയിലും ഡോഗ് സ്ക്വാഡ് ഉണ്ടോ? പട്ടാളത്തിലൊക്കെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ നേവിയിലും കാണാതിരിക്കൂലേ? നേവിയിൽ അങ്ങനെ സ്ക്വാഡായിട്ടൊക്കെ ഉണ്ടോ? ആ, ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും. ഷേടാ, പുള്ളി ഇത് ബ്രീഡ് ചെയ്ത് എവിടെ വരെ പോയി? കുര്യച്ചൻ എങ്ങാനും പോലീസുകാർ ജീവനോടെ തപ്പിയെടുത്ത നേവിക്കാരൻ എന്തോ കള്ളക്കളി പുറത്തു വരാനുണ്ട്. പാപ്പൻ സാറ് പറഞ്ഞാണേ. അപ്പൊ വരവ് ഒഫീഷ്യൽ ആവാൻ ചാൻസ് ഇല്ല. സത്യം.
ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനില്ല. കേസ് എന്ന് പറഞ്ഞോ? കേസ് കുര്യച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടോന്ന് എന്താ കേസ് അത്ര അറിയാം. പണിയും പോവും, ചിലപ്പോ അകത്തു പോവും. വലിയ വലിയ ടീമുകളായിട്ടായിരുന്നു കുര്യച്ചൻ എപ്പോഴും കണക്ഷൻ. അങ്ങനെ കുറെ കാലം എല്ലാത്തിനും ഊരി പോകുന്നത്. പക്ഷേ ഒരെണ്ണത്തെ കേസിൽ പറ്റി നാറിയ ഇതാ അവസ്ഥ. കൈയൊഴിയുന്നത് മാത്രമല്ല, കൂടെ നിന്നവന്മാർ തന്നെ ചിലപ്പോൾ തീർക്കാനും നോക്കും. ഇനിയും വലിയ ആവശ്യക്കാർ. കുറെ നാൾ മുമ്പ് ഒരു മോഹൻ പോത്തൻ കാട് കയറിയാലും നിന്നോട് പറഞ്ഞിട്ടില്ലേ? മോഹൻ പോത്തന? ആ നീ ഇവിടെ വരുന്നതിന് മുമ്പാ. മോക്ക് ഓർമ്മയില്ലേ? അങ്ങേരും കുര്യച്ചന് വേണ്ടി തന്നെ വന്നതായിരുന്നു ഉറപ്പാ. നിന്റെ ഈ നേവിക്കാരന് വേണ്ടിയുള്ള CID പണിയൊക്കെ കൊള്ളാം. പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പിള്ളേരുകളെയൊക്കെ കുറക്കണം. പല ജാതി ടീമുകളാ കറങ്ങിടക്കുന്ന. ആ കാട്ടുകുന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുകയല്ല. അല്ല, കാലത്ത് ഞാൻ കാറി കയറിയപ്പോഴേ ബൾബ് താഴെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടായിരുന്നു. പൊട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അത് തന്നെ. ഏത് തന്നെ? അതയാളുടെ കയ്യിൽ നിന്ന് വീണായിരിക്കും. കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടുവാണെങ്കിൽ തൊട്ട് താഴെയുള്ള പൊന്തക്കാട്ടല്ലേ വീഴുള്ളൂ. 8 അടി മാറിയുള്ള കാര്യങ്ങളിൽ എങ്ങനെ വീഴുന്നത്? എടാ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ നീ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ കാര്യപ്രാപ്തി ഉണ്ടാക്കല്ലേ. ഇപ്പൊ എന്റെ പ്രശ്നം ലേടാ പീയൂസേ പെറ്റു. ചേട്ടത്തി ഇങ്ങോട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഇങ്ങോട്ടോ? ഒരാൾ ഇറക്കിറങ്ങി പോണോണ്ടു. ഇവത്ത് വേറെ വരാനാ? ചോദിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് നിന്നില്ലെന്നേ. വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചിട്ടാണോ? കാണാൻ എങ്ങനെയിരിക്കും? ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ കണ്ടത്. പിന്നെ അവൾ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. കുര്യച്ചൻ എങ്ങനാ ഈ നെക്സൽസിന്റെ റഡാറിൽ? സാറിന്റെ റഡാറിൽ എങ്ങനെയാ വന്നെന്ന് സാർ നീ പറഞ്ഞില്ലല്ലോ. ബാർട്ടർ സിസ്റ്റം ആണോ? ഒന്നിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ വേണ്ടേ? ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റായി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. എന്നും വെച്ച് ഇയാൾ ഇങ്ങനെയാണെന്ന് കരുതി കിന്നാരത്തിന് വരരുത്. ഇവിടെ ഒരുത്തനെ കൂട്ടിന് കിട്ടുന്ന പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയത്. സോ ക്വസ്റ്റ്യൻസ് വേണ്ട, ആൻസേഴ്സ് മതി. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം. സർവീസിലിരുന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചതാ കുര്യച്ചനൊന്ന് പെട്ട് കാണാൻ. ഇനി സാറ് വഴിക്കാ അതിന്റെ കോളങ്കില് പാപ്പച്ചൻ കൂടെ നിൽക്കും. അതിന് കമ്മീഷൻ വേണ്ട. മൂന്നാല് ജില്ലകളിലായിട്ട് എസ്റ്റേറ്റും സ്വത്തും ഒക്കെ ഉണ്ട് കുര്യച്ചനും. ആ വകുപ്പിലായിരിക്കും നക്സൽസ് പിന്നാലെ കൂടിയെന്നാ ആദ്യം കരുതി അല്ലേ? സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണുമല്ലോ അല്ലേ? തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യച്ചന്റെ കുറെ അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു.
നാട്ടിലെ കുന്തീരടി മടുക്കുമ്പോ കുര്യച്ചൻ ഇടയ്ക്കേക്ക് അങ്ങോട്ടില്ല, ഒരു പട്ടിയും കൊണ്ട്. കുറെ പേരന്ന് നക്സൽ ലേബൽ അകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോ ഒരു സമയം ഒരാളെ വെച്ച് ഒരു മുറിയിലോട്ട് കയറ്റിവിടും, വാതിൽ പുറത്തുനിന്ന് പൂട്ടും. അകത്താ കയറിയ ആളും കുര്യച്ചനും പിന്നെ പട്ടി മാത്രം. കുര്യച്ചൻ അസാധ്യ ഡോക്ടർ എന്നായിരുന്നു അറിയാലോ, പറയുന്ന എന്തും പട്ടി ചെയ്യും. അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അനുഭവിച്ചവർക്ക് മാത്രമേ ഇന്നും അറിയൂ. ഞാൻ ആ കാലത്ത് അവിടെ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ചവിട്ടങ്ങ് ടേക്കുന്നില്ലല്ലോ പാപ്പച്ച. കേബിൾ അർത്ഥ പോലുണ്ട്. തന്നിയും കൊണ്ടല്ലാതെ ഞാൻ എങ്ങും പോകുന്നില്ല കുര്യച്ച. കണ്ണടച്ചോ, ചില്ലി തെറിക്കും. I know you are here, bastard. ഇങ്ങനെ ഒച്ചില്ലാതെ ഒന്ന് നിക്കലേ ചേട്ടത്തി. സത്യത്തിൽ ചേട്ടത്തിക്ക് കൂടോത്രം വല്ലതും ഉണ്ടോ? കൂടോത്രം? ആ, മലേഷ്യൻ കൂടോത്രം. അങ്ങനെ ഒരു പറച്ചിലുണ്ട്. കൊല്ലം കുറെ ആയി വന്നിട്ട് വല്ലതും അറിയാമെങ്കിൽ തന്നെ ഇപ്പൊ അതൊക്കെ മറന്നു പോയില്ലേ? എന്നാലും ഇത്രയെങ്കിലും ഓർക്കാതിരിക്കോ? ആടെന്റെ ഓർമ്മ എന്ന് പറയുന്നത് അതൊക്കെയല്ലേ കാണുള്ളൂ. നൊസ്റ്റാലിയ വന്നാ ഇവിടെ വന്നേ പിന്നെ അങ്ങോട്ട് പോണെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടിപ്പോ എന്നാത്തിനാ? പഴയ സ്ഥലമൊക്കെ കാണാമല്ലോ. തിരിഞ്ഞു നോക്കാത്ത മക്കളും ചേട്ടത്തേക്ക് മേടിക്കണ്ട, ഫുൾ ഫ്രീഡം. ഉള്ളതിന്ന് കുറച്ച് സ്ഥലം എടുത്ത് വിൽക്കുക, ബാക്കി കാശ് കൊണ്ട് മലേഷ്യക്ക് പറക്കുക. അവിടെ ചെല്ലുമ്പോ പഴയ പരിചയക്കാരൊക്കെ ഓ മൈ ഡിയർ ബ്ലാത്തിന്ന് വിളിച്ചോണ്ട് വരും കാണുമ്പോ. അതെന്റെ പേരാന്നാണോ കരുതിയേക്കുന്നേ? എടാ പൊണ്ണ, നാട്ടുകാർ അവരുടെ നാക്കിന് വഴങ്ങുന്നൊരു പേരിട്ടതല്ലേ. മലേഷ്യക്കാരി ആദ്യം മലാത്തിക്കാരിയായി, പിന്നെ അത് മ്ലാത്തിയായി. അപ്പൊ ചേട്ടത്തിയുടെ ശരിക്കും പേരനായിരുന്നു? ചേട്ടത്തി, ചേട്ടത്തിയെ പ്ലെയിൻ കയറിയാ?
സ്മൈൽ. റെഡി? ശമ്പളം എണ്ണി വാങ്ങിച്ചാൽ മാത്രം മതിയോടാ, അത് തരുന്നതിനെ കണ്ടല്ലോ അറിയണ്ടേ. അയ്യോ ഇതാണോ ചോപ്പൻ ചേട്ടായി? ഇപ്പൊ അങ്ങനെയുണ്ട്? ഈ കാണുന്ന പരുവത്തിൽ തന്നെയുണ്ട്. അമ്മച്ചി അതല്ല. കുഴി വെട്ടാറായോന്നാണോ? ആവുമ്പോ ഇവിടുന്ന് ആരേലും കമ്പി അടിക്കും. അതന്വേഷിക്കാൻ ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടും ഒന്നും വേണ്ട. പിയൂസ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോട്ട്. ആ എബിച്ചേട്ടാ കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു. അപ്പന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടാ നീ ഒന്ന് പുറത്തോട്ട് തന്നെ. അവൻ ഇവിടെ തന്നെ നിൽക്കും. അല്ല ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയൊക്കെ അവൻ പോണ വഴി കുടിച്ചോളൂ. ജോപ്പൻ വന്ന കാര്യം പറയാൻ നോക്ക്. അമ്മച്ചി അതെന്നാന്ന് വെച്ചാ കാണാതായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ മരിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കാന്നാ നിയമം. പേരിന് കാര്യം പറഞ്ഞൊന്ന് ഗസറ്റിൽ കൊടുക്കണം. 1 മാസം കഴിഞ്ഞ രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാവില്ല. ഈ വീടിന്റെയും സ്ഥലത്തിന്റെയൊക്കെ അപ്പന്റെ വേറെ വീട്ടുകാരെ വല്ലതും അന്വേഷിച്ച് പിടിച്ചു വരുന്നതിന് കാര്യം നടത്തണം എബിച്ചേട്ടായി പറയുന്നത്. ഈ വീടും സ്ഥലവും കുര്യച്ചൻ എന്റെ പേരിൽ വില്ലെഴുതിയതാ. അതൊക്കെ അതെ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ലീഗൽ ഹെയർ ഒബ്ജക്ഷനെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി കേസിൽ കിടന്നു പോയാലോ? കൈമാറ്റത്തിന് ഡിലേ വന്നാലും പ്രശ്നമല്ലേ? ജോപ്പാ, ഇവിടുത്തെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അമ്മച്ചി എഴുതി തീരുമാനിച്ചിട്ടുണ്ട്. മക്കള് രണ്ടും സ്വന്തം കാര്യം നോക്കി ബോംബെയിലോ ഗൾഫിലോ എവിടാന്ന് വെച്ചാ പോയി കേട. ഇനി കുഴിവെട്ടിന്റെ കമ്പി വരുമ്പോ പോലും തിരക്കാണേ വരണമെന്നില്ല. ചേട്ടാ നീ എന്നെ കരുതിയേക്കുന്നേ? ഞാൻ മനഃപൂർവ്വം ഉണ്ടാകാത്തതാന്നു. തന്തയോടൊപ്പം കഴിഞ്ഞതിന്റെ മൂച്ച് അതേപടി ഇട്ടിട്ടുണ്ട് അമ്മച്ചിക്ക്. ചേട്ടാ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ മല കിടന്ന് എന്തോയി? പോയിന്റ് കഴിഞ്ഞ ദിവസം തലറങ്ങിയപ്പോ തന്നെ ടെൻഷനായി പോയി. ആയില്ലേ? അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ലെവലായി. ഇനി കറങ്ങുമ്പോ ലെവലായില്ലെങ്കിലോ? പക്ഷെ ചേട്ടാ ഞാൻ പറഞ്ഞതൊന്നും. എടാ ഒരു മയത്തിന് മതി. നീ വാ. ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട. ടൗണിൽ വീട് വല്ലതും എടുത്തു കൊടുത്തേക്കാം. അവിടെ നിന്നോട്ടെ. അല്ല വേണ്ട. ഇരിക്കട്ടാ. തള്ളപ്പെട്ടെവിടെ? ഇത് നിങ്ങളവിടെ എങ്ങനെ ഇട്ടിട്ട് സർക്കിട്ട് പോയാ? കുഞ്ഞുണ്ടായെന്ന് ചോദിച്ചാൽ അതിന് സ്വന്തം കാര്യമൊന്നും നോക്കണ്ടേ? ഇതാ ഞാൻ അന്നേ പറഞ്ഞത്. എന്തത്? കഴിക്കാനുള്ള നമുക്ക് കൊടുക്കാന്ന്. തീറ്റ കൊടുക്കലൊക്കെ ഒരുമാതിരി ഓണർഷിപ്പ് സ്ഥാപിക്കല. അവർക്ക് ഇതിന് എത്ര നാളിങ്ങനെ മുതൽ കൊടുക്കേണ്ടി വരും? 1.5 മാസം കിട്ടിയാ നല്ലത്. ഷാജേട്ടൻ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പറ്റുമെന്ന്. അയാൾ എന്തിനാ ഇതിന്റെ പേര് അന്വേഷിക്കുന്നേ? പുള്ളിവർണ്ണത്തിനെ വളർത്താൻ ചോദിച്ചായിരുന്നു. നീ വേണേ കൂടെ പോയി വളർന്നു. ഇതിനെ കൊണ്ടുപോകാനൊക്കെ ഇല്ല. അത് ശരി. ഈ ചേട്ടത്തിയുടെ പൊട്ടിയൊന്നുമല്ലല്ലോ. പറയാനോടെ നിന്ന് കിടന്നല്ലേ ഉള്ളൂ. തർക്കിക്കണ്ട വീസേ. അവര് വീട്ടിൽ വളർത്താനേ ചോദിച്ചത്. വളർത്താൻ ഒന്നുകിൽ കൂട്ടിലിട്ട് പൂട്ടും, അല്ലെ ചങ്ങലക്കിടും. ഇതല്ലേ വളർത്തല്. പിന്നെ പട്ടിനെ അങ്ങനെയല്ലേ വളർത്താറ്? ഞാനങ്ങനെ വളർത്തുന്നില്ലല്ലോ. കുറ്റക്കാരെ തടവിലിടുന്ന പോലാണോ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കേണ്ട പട്ടിയെ കൂട്ടിലോ ചങ്ങലയിലോ ഇടുന്നത്? കൊടുക്കണ്ടെങ്കി കൊടുക്കണ്ട, ഞാൻ വിട്ടു. നിനക്ക് കാശ് വല്ലതും തന്നോ? ജോപ്പൻ കൈക്കൂലി വല്ലതും തന്നോന്ന്? മുഖം കാണിച്ചേ. പിടിപ്പിച്ചതാ. എത്രയുണ്ട്? മാനം കളയാനായിട്ട്. ഈ കാര്യത്തിലൊന്നും അവന്റെ അപ്പന്റെ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല. ചോപ്പൻ ചേട്ടായി കുരിയാച്ച നടന്ന രസത്തിലല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വളർത്തിയേ. കുരിയച്ചന് പിന്നെ എല്ലാത്തിനേക്കാളും കാര്യമൊക്കെ പട്ടികളെയാ.
ഈ പട്ടികളെ നോക്കി വന്നപ്പോഴാ എന്നെ പോലും ആദ്യമായി കാണുന്നേ. അതറിയോ? അതെന്നാ സംഭവം? മലയാള ഭാഷയില് എന്തോ ഒരു പേര് പറയാറുണ്ട്. അന്നവിടെ ചിലയിടത്തൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരെനമാ. പേരെന്താ? ചിലര് തോട്ടങ്ങളിൽ ഇതുങ്ങളെ വളർത്തും, കള്ളന്മാരും പന്നികളും കയറാണ്ടിരിക്കാൻ. അല്ല, ഈ മലേഷ്യൻ പട്ടികൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്ന് എത്തി? ഞാൻ എങ്ങനെ എത്തിയോ അങ്ങനെ തന്നെ അവരും എത്തി. പണ്ടതൊക്കെ പതിവായിരുന്നു, അങ്ങോട്ട് പോക്കും തിരിച്ചു വരവും. മദുരാശിയിൽ നിന്നും നാഗപട്ടണത്തു നിന്നും അന്ന് 2 ആഴ്ച കൂടുമ്പോ കപ്പലുണ്ടായിരുന്നു മലേഷ്യക്ക്. അറിയാം. പണ്ട് പത്തനംതിട്ടയിൽ നിന്നും കുറെ പേര് മലേഷ്യക്ക് പോറുണ്ടായിരുന്നു റബ്ബർ തോട്ടത്തിലെ പണിക്ക്. സ്ഥലം കേരളം കൂട്ട് തന്നെയാണല്ലേ? കുറെയൊക്കെ പോകുന്നവരധികവും മരപ്പണിക്കും റബ്ബർ തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും ഒക്കെ കൂടാൻ പോകുന്നവരാ. ഇതിലൊന്നും പെടാത്തൊരു പണിക്ക് വന്ന് കുരിയച്ചനാ. Japanese divisions are facing heavy resistance as Allied forces press forward, capturing key towns and supply routes. Rice rationing is already in effect in Malaya to conserve supplies. Meanwhile, in Europe, Hitler has ordered intensified airstrikes, pressing his campaigns across the Balkans. Sini. Mari. Lari. Oi. Saya bertemu mereka di Taiping. Mereka berasal dari India. കുര്യൻ, മോഹൻ. Bagaimana ini berlaku? This is Soy. Your daughter? My wife. Oh, sorry. I just... No problem. People can be judgmental. Don't know who make age rules in marriage. But can be an advantage too. Even though she's my wife, I take care of her like my daughter. Why don't you take care of your wife as if she's your wife? Sila masuk. Come inside. Mereka tahu sedikit bahasa Melayu. Kenapa anjing itu tidak menyala kepala mereka? Sebab saya ada bersama mereka. Come. Sit, sir. They are dog experts. Mereka datang ke Malaya to study dogs. Study? Tugas mereka adalah untuk mengkaji anjing dan membangunkan pakai yang baru. They even supply dogs to military and police in India. She's wondering what strange job you do. The war started. All farming lost. No one buy. No money, no price. Kebanyakan orang pun sudah jual ladang dan pergi dari sini. Rumah yang terdekat pun 5 atau 10 kilometer. For me, set up some money, move house to city. Malahan dog business lah salah satu rancangan daripadanya. Only 1 week old. വന്നിറങ്ങിയിട്ട് 2 ആഴ്ചയായി. സകലമാന ഊരുകളിലും കറങ്ങി തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പോഴാ ഇതിന്റെ ഒരു പ്യൂർ ബ്രീഡിനെ കാണുന്നത്. But the price you ask for is still a bit too high. Sir, listen to Korean, sir. My dogs, very, very pure. My father, grandfather, for generations breeding dog. No look outside dog, lady's face. Very disciplined. No crossing. No need fencing. They know their territory. Mereka sudah membina satu pagar yang tidak kelihatan dalam fikiran mereka.
bulan ke sudah 2 bulan? Sir, your camera. Film balance. What? She never take photo. Can click photo of her? Good photo, good memory. Well, I can, yeah. Pilih pakaian yang cantik. Yang cantik? No. Huh? This you buy for sister. Must take fresh clothes home only. I'll buy another one. It's okay. Bye. Saya nampak comel. Oh, sir, she's ready. Straight. Yeah, straight. Up. Straight. A little bit this side. A bit to the right. Yes. Yeah. Perfect. Yosia? Outside, giving food to dogs. First dog eat, then Yosia eat. Yosia, what happened? Adakah dia beritahu kamu supaya tidak beritahu saya? Outside war, danger. Saya cuma takut jika Yosia terus berlari ke sana sini untuk mencari wang, dia mungkin akan berada dalam bahaya. Maybe he wished to take care of you. This sale. Say it in your own language. Jika jalan ini berjalan lancar, we get money. Maka Yosia boleh tinggal di rumah untuk seketika daripada berulang-alik ke sana sini. കൂടുതൽ ചോദിക്കാനാണ്. Dia agak gila sedikit. Ni? Datang dah dia. Berisi lagi. Okey. Cici, sing. Balik. 1, 2, 3. Tangkap. Main. Tangkap. Lari. Hai. I have heard this part of the country is not at all safe at night. Yeah. Dacoity, robbery. Heard a lot. Don't worry, sir. My dogs like military. This country not safe. My house very, very safe. Dulu sungai ini dia bawa kayu bala, basikal, barang-barang rumah. Sudah perang mula, inilah dia bawa. Orang Jepun takkan tinggal negara ni sehingga mengucik-acikkan. മലായയിൽ വന്നിറങ്ങിയ ടൈം ഏതായാലും കൊള്ളും. Kalau kamu hanya nak tinggal 1 malam saja, kenapa kamu datang? Jadi, patutkah saya tinggal sini tak buat apa-apa? Bukankah kita perlu wang untuk terus hidup? Adakah mencari wang saja sudah mencukupi? Bukankah kita juga perlu hidup sekali-sekala? Hey, you are also coming. Yes, sir. Need to meet some people in city. No worry. Masih 1,5 bulan lagi. Pada masa itu, mereka akan menyusu dan penuh dengan tenaga. Semua milik kamu.
പിന്നെ കുര്യച്ചൻ 1.5 മാസം കഴിഞ്ഞാണോ വന്നത്? Tension is mounting as the Allied planes bomb ports and supply facilities in Malaya, while the Japanese forces answer with harsh measures. Conditions remain severe, with reports of intensified patrols and harsh punishments under Japan. Move! Hey, shut up! Shut up! കില്ലാടി ജാതി അച്ഛയ. ഇതിവിടുള്ള ധൈര്യത്തിലായിരിക്കണം അവൻ ഈ നാട് മൊത്തം നിരങ്ങിയത്. തുടക്കത്തിലെ മൂച്ചല്ലട, നമ്മൾ കാണാത്താണ് നായ്ക്കളെ. ഈ നായിന്റെ മക്കള് നമ്മൾ കണ്ട കൂട്ടത്തിൽ പെടുന്നതല്ലെന്നാ പറഞ്ഞേ. എന്നാണെങ്കിലും വന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ? ഇവിടുന്ന് വിളിച്ചു പറഞ്ഞോ? 100 അടി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയേണ്ട കാര്യമാണ്. അവനില്ലാതെ ഇവന്മാരെ നമ്മൾ അകത്തോട്ട് കയറ്റത്തില്ല. നോക്കേ, രണ്ടെണ്ണം വീതം വിങ് തിരിച്ചിട്ട് അറേഞ്ച്മെന്റ്. കല്ലെടുത്ത് എറിഞ്ഞാലൊന്നും ഓടുന്ന സൈസ് അല്ല ഇത്. താനിത് എങ്ങോട്ടാടോ? പറയേ രക്ഷയുള്ളൂ. ഓരോ കാര്യം പറയുന്നതിനും ഒരു രീതിയില്ലേ? കെട്ടിയവൻ മരിച്ച വിവരം ഇങ്ങനെ വിളിച്ചു കൂവിയാണോ പെണ്ണുമ്പിള്ളി അറിയിക്കേണ്ടത്? ഇടോ, ഇവിടെ എത്ര എണ്ണം ബോംബ് പൊട്ടിയും വെടികൊണ്ടും ഡെയിലി ചാവുന്നുണ്ടാവും. അങ്ങനെ ഇന്ന രീതിയിലേ അറിയിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എങ്ങനെയും വന്ന കാര്യം നടത്താൻ നോക്കാന്നല്ലാണ്ട്. നിങ്ങൾ വരുന്നേ വാ, ഞാൻ വിടുവാ. പോത്ത അവനിങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് അവൾ ഈ കുടിലിൽ കിടക്കണം എന്നാണോ? ഈ നായ്ക്കൾ അവളെ പുറത്തിറങ്ങാൻ വിട്ടില്ലെങ്കിലോ? ജയിലിലിട്ട പോലെ ഇവിടെ കിടക്കേണ്ടി വന്നാലോ? കിടക്കട്ടെ, കെട്ടിയോൻ തന്നെ ഉണ്ടാക്കി വെച്ച പ്രൊട്ടക്ഷൻ അല്ലേ, അനുഭവിക്കട്ടെ. എനിക്ക് ഉറപ്പാ അവളായിട്ട് വേലി ചാടുന്ന ഒരു ഡൗട്ട് കൂടി അവനുണ്ടായിരുന്നു. അന്ന് കള്ളം പുറത്ത് അവൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഹീറ്റിലുള്ള പട്ടിയും പെണ്ണും ഒരുപോലെയാ കൂട്ടിൽ അടക്കണം എന്നൊക്കെ. നാളെ 5 മണിക്കുള്ളിൽ പലാങ്ങിലെത്തിയാൽ നമുക്ക് ഒരുമിച്ച് പോവാം. പോർട്ട് ഏരിയയിലെങ്ങാൻ ഒരെണ്ണം വീണ് പൊട്ടിയാ പിന്നെ അടുത്തൊന്നും വേറെ ഷിപ്പ് കാണുമല്ലോ നാട്ടിലേക്ക്. എങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് മരിപ്പൊക്കെ അറിയിച്ച് അടിയന്തരം കൂടിയിട്ട് വാ, ഞാൻ പോവാ. പോത്താ നീ
നായ്ക്കൾ അങ്ങനെ പെരുമാറിയത് അങ്ങനൊന്നും ഒരിക്കലും മുമ്പുണ്ടായിട്ടില്ല. ഭ്രാന്ത് പിടിച്ചതാണെന്ന് പോലും തോന്നി. ചിലപ്പോ യോസിയോ അങ്ങനെ ആയിരിക്കും ശീലിപ്പിച്ചിട്ടുണ്ടാവുക. കാലം അതായിരുന്നു. അന്നൊക്കെ കുറെ വീടുകളിൽ പെണ്ണുങ്ങളിങ്ങനെ. എന്നിട്ട് കുര്യച്ചൻ എത്ര നേരം അവിടെ കാത്തു നിന്നു? നേരോ എത്ര ദിവസം ഒന്ന് ചോദിക്കുക. വാശിയിൽ കുര്യച്ചനോട് എത്തില്ല വേറെ ആരും. നായ്ക്കളും മാറി മാറി കാവല് നിന്നു. Can you hear me? Can you hear me? Soy! എന്നിട്ടോ? നീ ഭിത്തിയിലെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ പിയൂസേ? Sorry. Anjing belajar apa saja. Tetapi Tuhan mesti memutuskan apa yang hendak diajar.
Now see what these dogs had to go through. Dalam Sobot Kalok, Kapuchayan, Adala Sagalania. Guarding dogs, protection setup, exceptional. But sometimes protection and restriction, they both look the same. Anjing itu tikunagan untuk jaga awak. Tapi kenapa dia malate? Anjing-anjing itu untuk menghalang kamu daripada keluar. Heard Yusia saying this to a local dog breeder. Kalaya sadang barahi kerangla. Samadaya anjing atau wanita. Anyway, no point in judging it now. If you have any relatives somewhere, I can take you to them. I can't let you stay here alone. Tiada sesiapa di sini. എന്നിട്ട് ഇല്ല, പിന്നൊന്നും പറഞ്ഞില്ല, പോയി കിടന്നു. ഈ പറഞ്ഞ സ്റ്റോറിയിൽ മോഹൻ പോത്തൻ തന്നെയാണ് ഇവിടെ വന്നതെന്ന് ഉറപ്പിക്കാലോ അല്ലേ? 150%. സ്വന്തം വണ്ടി ഉണ്ടായിരുന്നില്ലേ കുര്യച്ചന്? കാറ് 2 ഉണ്ട്. അത് തിരുവല്ലയിലും പെരുമ്പാവൂരും വെച്ചേക്കുക. കെണ്ടലും പട്ടിക്കച്ചവടമൊക്കെ പിന്നെ അവിടെ ആണല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കുര്യച്ചന്റെ വീടിരിക്കുന്നിടത്തോട്ട് ജീപ്പേ കയറത്തുള്ളൂ. ലോക്കൽ ഓട്ടത്തിന് എന്നെ അധികം വിളിക്കാറുള്ളത്. കുര്യച്ചന്റെ ഫ്രണ്ട് മോഹൻ പോത്തനെ അപ്പുട്ടിക്ക് അറിയാലോ അല്ലേ? അറിയാവുന്ന ചോദിച്ചാൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതെന്താ ഡിഫറൻസ്? ഒരാളെ നമുക്ക് പരിചയപ്പെടാം എന്ന് വെച്ച് അയാളെ ശരിക്കും നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ നേരത്ത് ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകളാണ്. ഐഡിയ ചെറുക്കനാ. പിടിക്കാൻ കണ്ടു കിട്ടാത്ത ബ്രീഡിന്റെ ജാരസന്ധത ഒപ്പിച്ചെടുക്കൽ. കാര്യം നടക്കാൻ ഓരോയിടത്തും ഓരോ മെത്തേഡ്സ് ഉണ്ട് ഇവർക്ക്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റൂട്ട് വൈലർ ഉണ്ടായിരുന്നു, ടൈസൺ. അതിനെല്ലാം ഇവരിങ്ങനെ എവിടുന്നൊക്കെയോ ബ്രീഡ് ചെയ്യിച്ചു കൊണ്ടുവന്നതാ. ഞാനാണല്ലോ അന്ന് അങ്ങേരെ കൊണ്ടുവന്നാക്കിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു കുത്തലുണ്ട്. 3 കഴിഞ്ഞ് 4 ആഴ്ചയായിട്ടും ആളെ അടിവാരത്ത് കാണാഞ്ഞപ്പോഴാ തിരക്കി ചെന്നത്.